ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഒരു സേവ് ദ ഡേറ്റിൻ്റെ ബിഹൈൻഡ് ദ സീൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സേവ് ദ ഡേറ്റ് അല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐജയുടെ സേവ് ദ ഡേറ്റിൻ്റെ ബിഹൈൻഡ് ദ സീൻസാണ്. കുറച്ച് നാളുകളായിട്ട് എനിക്ക് എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര ഇഷ്ടമായിട്ട് വരികയാണ്. ഡോക്യുമെൻ്റ് ചെയ്യുക, യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിനോദങ്ങൾ. 2025 ഒരു മിഡായപ്പം മുതൽ ഞാനിത് ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു തന്നത് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐജയുടെ സേവ് ദ ഡേറ്റ്. ഓക്കെ, കുറച്ച് നമുക്ക് ഒരു സ്റ്റോറി ടൈമാണ് കേട്ടോ ഇനി. അതായത് 2017 ഞാൻ ഐജേനെ പരിചയപ്പെടുന്നത്. ഞാനും ഐജയും ഒരുമിച്ച് ഒരു കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ ഫുഡ് ടെക്നോളജി ഒരുമിച്ച് കോട്ടയത്ത് സെയിൻറ്റ് കിഡ്സ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ ഉള്ള കൂട്ടാണ്. ആളെ ഞാൻ കാണുന്നതിന് മുന്നേ ആളെൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എൻ്റെ ഫ്രണ്ടും, അതായത് എൻ്റെ ക്ലാസ്മേറ്റും അവളുടെ ക്ലാസ്മേറ്റും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഐജേനെ ആദ്യമായിട്ട് പരിചയമുള്ളത്. അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് അവളുടെ ഫ്രണ്ട് സെയിം കോളേജിലുണ്ടെന്ന് പറയുകയും അങ്ങനെ ഞാൻ പരിചയപ്പെടുകയും ചെയ്ത് ഐജേനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് 3 വർഷങ്ങളും ഞങ്ങൾ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതാണ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ലൈഫ് ലെസൺസും ലൈഫ് അപ്ഡേറ്റും എല്ലാം ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഐജയുടെ അടുത്താണ്. അപ്പോൾ ഐജയുടെ കല്യാണം വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വേണ്ടതിൽ നടത്തി കൊടുക്കാൻ, അങ്ങനെ വലിയേറായിട്ട് ഞാൻ നടത്തി കൊടുത്തു എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലാവുന്ന സഹായങ്ങളെല്ലാം വഴിയെ പറഞ്ഞുതരാം. സ്റ്റോറി ടൈം. ഞങ്ങൾ പോയത് പെരുമ്പാവൂർ കുറുപ്പുംപടി അടുത്തുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചേഞ്ചിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങിനുള്ള റൂംസും ടോയ്ലറ്റും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അവർലി ഒരു ചെറിയൊരു ഫീസ് നമുക്ക് അവിടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. 1 hour 1000 അങ്ങനെ എന്തോ ആണ്. നമ്മളൊരു 3 മണിക്കൂറത്തേക്ക് വേണ്ടി ഇതാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ്. ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത സമയത്ത് ഫുൾ ഹെൽപ്പ് ചെയ്ത് ഞാനായിരുന്നു അന്നത്തെ ഐജയുടെ സ്റ്റൈലിസ്റ്റ് കം മേക്കപ്പ് ആർട്ടിസ്റ്റ്, എല്ലാം ഹെയർ സ്റ്റൈലിസ്റ്റ്, എല്ലാം ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാം ഞാനായിരുന്നു. പണ്ട് മുതലേ ഞാൻ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഗേൾസിനെയും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ കോളേജിൽ പഠിച്ച സമയത്തായാലും ഹോസ്റ്റലിൻ്റെ സമയത്താണെങ്കിലും എല്ലാവരും സാരി ഉടുക്കാനൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഐജയുടെ സേവ് ദ ഡേ. അങ്ങനെ ഞങ്ങളുടെ ടീമിലേക്ക് രണ്ടാമത് വന്നിട്ടുള്ള ഒരു മെൻ ആണ് അമൽ. ഫസ്റ്റത്തെ എൻ്റെ ഫിയാൻസി വിഷ്ണു ആണ്. അതിനുശേഷം ഞങ്ങൾ ഐജ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള അടുത്തൊരാളാണ് അമൽ. ആൻഡ് അമൽ വർക്ക് ചെയ്യുന്നത് അയർലാൻഡിലാണ്. ആൻഡ് അമൽ, വെൽക്കം ടു അവർ ക്ലബ്. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് കോളേജിലുണ്ടായിരുന്നത്. അതിനകത്ത് ഫസ്റ്റത്തെ ബ്രൈഡാണ് ഐജ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു കല്യാണമാണ് ഐജയുടെ. സോ അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ബിഹൈൻഡ് ദ സീൻസൊക്കെ എന്നോട് കുറച്ച് പേര് കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കാണാമെന്നുള്ള രീതിയിലാണ് ഞാനെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഈ അടുത്ത ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് അമലിൻ്റെ ബ്രദറാണ്. അപ്പോൾ ആളുടെ അടുത്തായിരുന്നു ഞാൻ കൂടുതലും കമ്പനി ആയത്. കാരണം എന്നെ പോലെ തന്നെ സെയിം പോസ്റ്റ് അങ്ങനെ ഒരു സേവ് ദ ഡേറ്റിൻ്റെ പരിപാടികളൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വെഡ്ഡിങ് പേജ് മാക്സ് വെഡ്ഡിങ്സ് കോതമംഗലം, നല്ല അടിപൊളി ചേട്ടന്മാരായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് നേരം പോസ്റ്റ് ആണെങ്കിലും കുറേ നേരമൊക്കെ അവർ സംസാരിച്ച് ഇവൻ ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇടും എന്ന് ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നതാണ് ആ ക്യാമറ ചേട്ടൻ. അപ്പോൾ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു ആ ഒരു സമയത്ത്. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു വീഡിയോ എടുക്കുന്ന സമയത്തും. വീഡിയോയും ഫോട്ടോഗ്രാഫിയും എല്ലാം ഉണ്ടായിരുന്നു. ഇവരുടെ സേവ് ദ ഡേറ്റ് വീഡിയോ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജ് മാക്സ് വെഡ്ഡിങ് കോതമംഗലം ഒന്ന് ജസ്റ്റ് ഒന്ന് DM ചെയ്യുക, അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്.
കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ദിവസമാണ്. സോ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് എൻഗേജ്മെൻറ്റിൻ്റെ സീൻസ് എല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും, എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും എനിക്കിഷ്ടമുള്ള കണ്ടൻറ്റൊക്കെ വരുമ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുക എന്നുള്ളത്. സോ ഇന്ന് അതുപോലെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൻ്റെ ഫേവറേറ്റ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൂമെൻറ്റാണ് നടക്കുന്നത്. സോ നമ്മൾ ഒരു 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കോളേജിൽ. ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സാണ്. അപ്പോൾ 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ബ്രൈഡാണ് ഐജ. എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെങ്കിലും അവളാണ് ഫസ്റ്റ് മാരേജ് ചെയ്യാൻ പോകുന്നത്. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് പോയിട്ട് വേണം എല്ലാവരെയും ഇന്ന് വീഡിയോ കോൾ ചെയ്യണം. ആ സമയത്ത് ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമേ ഇപ്പോൾ നാട്ടിലുള്ളൂ. ഒരാൾ ഹൈദരാബാദ്, 2 പേര്, ഒരാൾ യൂറോപ്പിൽ, ഒരാൾ ഓസ്ട്രേലിയ, അവിടെ ഇവിടെയൊക്കെയാണ്. ഐജ UAE-യിലായിരുന്നു. അപ്പോൾ ആൾ കല്യാണമായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. സോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ കാണാം. ഞാൻ റെഡി ആകുന്ന സീൻസ് ഒന്ന് കാണിച്ചു തരാം. ഇന്ന് ഷോപ്പിൽ പോയിട്ട് എല്ലാം റെഡി ആകുന്നത്, ഇന്ന് വീട്ടിൽ തന്നെയാണ് റെഡി ആവുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 2 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു 4 മണിയോടെ ഫംഗ്ഷൻ അവിടെ സ്റ്റാർട്ടാവും. സോ നമുക്ക് അവിടെ ആ സമയത്ത് എത്തണം. തട്ടേക്കാട് ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. സോ നമുക്ക് റെഡി ആവുന്നതാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ആൻഡ് ഓൾസോ ഓക്കെ, നമുക്ക് റെഡി ആവാം. ഞാനൊരു സിമ്പിൾ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ സെറം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ കയ്യിലൊക്കെ മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ കൺസീലർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഇറങ്ങിയതിന് എൻ്റെ അനിയൻ വന്നു. അനിയൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ നോക്കിയിട്ട് പോയി, ഞാൻ എടുക്കുന്നത് നോക്കിയിട്ട് പോയി. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു, എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തു, ഐ ഷാഡോ ഇട്ടു. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടു എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കറൻ്റ്ലി കണ്ടുപിടിച്ച ഒരു ലിപ് കോംബോ ആണ് കേട്ടോ ഇത്. ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. ഒരെണ്ണം ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഞാൻ ബേസ് ആയിട്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മെറൂണിഷ് ഒരു റെഡ് കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് റീസെൻ്റ്ലി ഞാൻ കുറേ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഷെയ്ഡാണ്. പക്ഷെ ഞാൻ കുറേ നേരമായി തപ്പുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ബ്രഷ് കിട്ടി. ഇവിടെ ലൈറ്റ് നല്ലോണം ഉള്ളതുകൊണ്ടാണ്, സൺലൈറ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ഗോൾഡൻ അവർ ടൈമാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് എനിക്കെപ്പോഴും പച്ച മേക്കപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ണ് എഴുതണം. കണ്ണ് ഞാൻ എഴുതുന്നത് ഷുഗറിൻ്റെ, ഞാൻ കൂടുതലും ഷുഗറിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഷുഗറിൻ്റെ ഐലൈനറാണ്, അടിപൊളി ഐലൈനറാണ് കേട്ടോ. അമ്മ വാങ്ങി തന്നാണ്. ഞാനിത് മര്യാദയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് എഴുതാം. എനിക്ക് ഇങ്ങനെ വന്ന് എഴുതി കഴിഞ്ഞാൽ തെക്കോട്ട് വടക്കോട്ടിരിക്കും. സോ ഞാനൊന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയാണ് ഹെയറാണ് ഞാൻ ഏറ്റവും കൂടുതൽ പണിപ്പെടുന്നത്. ദിസ് ഈസ് മൈ ഫ്രസി ഹെയർ, ലോങ് ഹെയർ, ഫ്രസി ഹെയർ. അപ്പോൾ ഇതിനകത്ത് ഉള്ള പണി കുറച്ചധികം ഉണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടൈം അതിക്രമിച്ചു. അതുകൊണ്ട് നമുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്തായിരിക്കും എൻ്റെ മുടി ഏറ്റവും ബാഡ് കണ്ടീഷനിൽ നിൽക്കുന്ന സമയം. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മുടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഈ തവണ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ചൊരു ഭംഗി എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡള്ളായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഫേസും വന്നില്ല, എൻ്റെ ഹെയറും വന്നില്ല. അപ്പോൾ വിഷ്ണു അപ്പോഴത്തേക്കും വന്നതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി. കാരണം നമ്മൾ തട്ടേക്കാട് വരെ നമുക്ക് പോകേണ്ടതുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 മണിക്കൂർ അടുത്തുണ്ട് വീട്ടിൽ നിന്ന് പോകാൻ. കോതമംഗലം സൈഡാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നേര്യമംഗലം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോയത്. നേര്യമംഗലത്തിൽ കഴിഞ്ഞല്ല കേട്ടോ, നേര്യമംഗലം പോകുന്ന റൂട്ടൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. കാരണം എനിക്ക് പെട്ടെന്ന് വിശക്കും, പക്ഷെ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കില്ല. അപ്പോൾ കാണുന്ന തട്ടുകടയിൽ പോയിട്ട് എനിക്ക് വിഷ്ണു ചായയും ഏഷ്യാഡ് എന്ന് പറയുന്ന ഒരു ഡിഷാണ് നമ്മളിവിടെ കഴിച്ചത്. നമ്മുടെ നാട്ടിൽ കപ്പയും എല്ലും, ഇവിടെ ആൾക്കാർ ഏഷ്യാഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് എത്താനാണ്. കിടിലം ഒരു റിസോർട്ടാണ്. ആ റിസോർട്ട് അന്നത്തെ ദിവസം ഫുള്ള് നമ്മളെ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു സീനറി, കുറേ എവിടെ നോക്കിയാലും സീനറി ഉള്ള ഒരു സ്ഥലമാണ് തട്ടേക്കാട്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഫ്രണ്ടേജൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെയെന്ന് പറയാൻ ഇതൊരു ഇൻറ്റിമേറ്റ് പ്രോഗ്രാമായിരുന്നു, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആയിരുന്നു കേട്ടോ. ലെസ് ദാൻ 50 പീപ്പിളിൻ്റെ താഴെയായിരുന്നു ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻറ്റിമേറ്റ് പ്രോഗ്രാമിന് പോകുന്നത്. കാരണം നമ്മുടെ ഫാമിലിയിലൊന്നും ഒരിക്കലും ഒരു ഇൻറ്റിമേറ്റ് പ്രോഗ്രാം വയ്ക്കാൻ പറ്റില്ല. കാരണം ഡിയറസ്റ്റ് കസിൻസിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരും വിളിച്ചു വരുമ്പോൾ തന്നെ ഒരു 200 പേരുടെ പരിപാടി ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇതൊന്നും നടക്കത്തില്ല. അപ്പം ഞാനും വിഷ്ണു അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം പതുക്കെ ഈവനിങ് ആയപ്പോൾ തന്നെ സ്റ്റാർട്ടായി. ഒരു 4:30 5 മണി 5:30 കൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. MC ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അക്സ ചേച്ചിയാണ്. അക്സ ചേച്ചി ഐജയുടെ എൽഡർ സിസ്റ്ററാണ്. ആൻഡ് അക്സ ചേച്ചി എൻ്റെ ടോണി ചേട്ടനാണ് ഇത്. ആൻഡ് രണ്ടാമത്തെ ചേച്ചി അബിയ ചേച്ചി ആൻഡ് നിതിൻ ചേട്ടൻ ആൻഡ് കിക്കാച്ചാണ് ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ടോട്ടൽ 3 ഗേൾസാണ്. അതുപോലെ തന്നെ അമലിൻ്റെ ഫാമിലിയിലാണെങ്കിലും 3 ബോയ്സാണ്. അമൽ രണ്ടാമത്തെ ആളാണ്. അപ്പോൾ അമലിൻ്റെ മൂത്ത ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ ചേട്ടനും വൈഫും ഉണ്ടായിരുന്നു. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് സെലിബ്രിറ്റീസ് വരാനാണ്. നമ്മളുടെ അമലും ഐജയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിറ്റിങ്. അപ്പോൾ ഇവർ രണ്ടുപേരും ബാക്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻറ്റിൽ കൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ഗെറ്റിംഗ് എൻഗേജ്ഡ്. നമുക്കത് റിയലായിട്ട് കാണുക, അതിൻ്റെ കൂടെ ആ ഒരു മ്യൂസിക്കും കൂടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഗൈസ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു മൊമെൻറ്റാണ് ലൈഫിൽ അത്. അതിന് ശേഷം എൻഗേജ്മെൻറ്റ് റിങ് ഇട്ടതിന് ശേഷം അവർ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തു. വളരെ നല്ലൊരു കേക്കായിരുന്നു. കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഫോട്ടോ സെഷനിലേക്ക് പതുക്കെ കടന്നു. അപ്പോൾ എൻ്റെ മീൻവൈൽ എനിക്ക് വാക്കുകളൊന്നും കിട്ടാത്തൊരു രീതിയിലുള്ളൊരു ഇമോഷണൽ ഈ 2 ഫോറിനേഴ്സും ഇത് അമലിൻ്റെ ഫ്രണ്ട്സാണ്. ഇവർ അയർലാൻഡിൽ നിന്ന് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇവർക്ക് വേണ്ടിയിട്ട് സാരി ഡ്രൈപ്പ് ചെയ്ത് കൊടുത്തത് അമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. ഞങ്ങളിപ്പോൾ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഒരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ നടുക്ക് നിൽക്കുന്ന ആളെ ഐജയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ശ്രുതി. അപ്പോൾ ഞാനും ശ്രുതിയും ഐജയും കൂടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. കാരണം നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. ഐജയുടെ ഫാമിലി ഫുള്ള് പുറത്താണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കൊറിയോ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പം ഞാനും ഐജയും കൂടി ഒരു ഡാൻസ് ചെയ്യുകയുണ്ടായി. കാരണം ഞങ്ങളിത് പ്ലാൻ ചെയ്ത ഒരു സംഭവമല്ല ആക്ച്വലി. ഐജ തന്നെയാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷെ അത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ഐജയ്ക്ക് ഒരു പേടി. അപ്പം ഞാനും കൂടി കയറണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ രീതിയിൽ കുളമായില്ല, പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തു. നല്ല വീഡിയോസൊക്കെ എൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസും കൂടെ ഉണ്ടായി. ഓൾമോസ്റ്റ് ഒരു 7-8 പേര് കൂടെ ഉണ്ടായി. അത് ഫുൾ കുളമായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നില്ല. ഇത്രയും പോർഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചേച്ചിമാരും ശ്രുതിയും പിന്നെ അവരെ കുറച്ച് കസിൻസും റിലേറ്റീവ്സൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇടുന്നുണ്ട്. ഇത് സിംഗാരി എന്ന് പറയുന്ന ഒരു സോങ്ങിലാണ് കേട്ടോ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ട് ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാൻ ഈ സോങ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എൻ്റെ ഷോർട്സ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്നത് അവളുടെ കല്യാണത്തിനാണ്. അപ്പോൾ എനിക്ക് ഇവൾ ഡാൻസ് കളിക്കുക എന്നുള്ള കാര്യം വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. കാരണം ഐജ കുറച്ചും കൂടി എഴുത്തിൻ്റെ പരിപാടിയായിരുന്നു കോളേജിൽ, ഞാനായിരുന്നു ഡാൻസിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ മെയിൻലി ഞങ്ങൾ രണ്ടുപേരും 2 ഡയറക്ഷനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. എനിക്ക് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ വിഷമം തോന്നി, കാരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന കാര്യം ഓർത്തിട്ട്. അപ്പോൾ ഇതാണ് ശ്രുതി. ഞാൻ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശ്രുതിയുടെ കൂടെയായിരുന്നു 2 ദിവസവും ഞാൻ സ്പെൻഡ് ചെയ്തത്. ഐജ എനിക്ക് പോസ്റ്റ് തരാതെ ഒരാളെ കമ്പനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ശ്രുതി ഐജയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 2 ഫോറിനേഴ്സെയും സാരി ഉടുപ്പിച്ചത് അമ്മയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ 2 പേരും റെഡി ആവുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ഹോട്ടലിലായിരുന്നു റെഡി ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് മാരേജ് നടക്കുന്ന പാരിഷ് ഹാളിലേക്കാണ്. അങ്ങനെ ഏറെ നാളുകളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഐജയുടെ വെഡ്ഡിങ് ഡേ ആണ് ഇന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ നേരത്തെ ഐജനെ ഒന്ന് ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ബിറ്റ്സ് ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആളിത്തിരി തിരക്കിലായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഫോറിനേഴ്സിനെ നമുക്ക്
റെഡിയാക്കാനുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് റെഡി ആവാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് ബിറ്റ്സൊക്കെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇവരുടെ വെഡ്ഡിങ് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് സ്റ്റേജിൽ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഫാമിലി എല്ലാവരും വന്നു. പിന്നെ വൈൻ കുടിക്കുന്ന ഒരു സെറമണിയും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബ്രൈഡിൻ്റെ, അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐജയുടെ കല്യാണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്കിത്. അപ്പോൾ ഞാനിത് വ്ളോഗ് എടുത്തിട്ടുണ്ട്. അവിടെ എവിടെയും എനിക്കറിയാം കുറേ കാര്യങ്ങൾ ഞാൻ മിസ്സായി പോയിട്ടുണ്ട്. അതെനിക്ക് കുറച്ച് തിരക്കുകൾ വന്നുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാതെ പോയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കുറേ വീഡിയോസ് അവിടെ ഇവിടെ മിസ്സാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ ഓട്ടത്തിരക്കുകളായിരുന്നു ഗൈസ്, സോറി ഫോർ ദാറ്റ്. ആൻഡ് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.